രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ഭാസി, രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം, എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം, സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല. ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ. എന്താ ഇത്? ശീർഷാസനത്തിൽ നിന്ന് നേരിട്ട് ശവാസനത്തിലേക്കോ? ബാക്കിയുള്ള ആസനം ഞാൻ പിന്നെ ചെയ്തോളാം. ആരാ വാതിലിൽ മുട്ടിയത്? എന്തോ ഒരു പേര് പറഞ്ഞു. സുഹൃത്താണത്രേ. ഉദയനോ ഭാനുവോ. ആസനത്തിലാണെന്ന് പറഞ്ഞാൽ വാതിലടച്ചു. എനിക്ക് പിന്നെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് അടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് വേവിക്കണം. 1 തക്കാളി ഇടാം. പിന്നെ കായവും കുരുമുളകും ചേർക്കണം. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. അത്ര ബുദ്ധിമുട്ടണമെന്നില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. അത് കിട്ടും. മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാ പറയുന്നത്. ഇയാളൊരു മരിമാടോ. ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. എന്തിനാണോ ശൃംഗാരത്തിന് ശരീരം മുഴുവനിട്ട് ഇളക്കുന്നത്? നാട്യശാസ്ത്രത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താ പറഞ്ഞിട്ടുള്ളതെന്ന്? ഏത് ഭരതമുനി, എന്ത് നാട്യശാസ്ത്രം? മംഗലശീലേ രസവിസ്തൃതിക്ക് അംഗം മുഴുവൻ തുണയ്ക്കു വേണ്ട. കവിൾ, പുരികങ്ങൾ, വിശേഷാൽ കണ്ണിണ, ഇവതാൻ വേണം രസമുളവാക്കാൻ. അതുകൊണ്ട് ശരീരം അനക്കാതെ മുഖം കൊണ്ട് നവരസങ്ങൾ ഓരോന്നായി കാണിക്കൂ. ഇനി അടുത്ത് വരൂ. കരുണം ഇതുപോലെ കാണിക്കൂ. ഗുരുവിനെ പോലെ അത്ര എളുപ്പത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, എന്താണോ വീണ്ടും ക്ലൈമാക്സ് കിട്ടിയോ? അല്ല ഭാസ്കരേട്ടാ, ബേബിക്കുട്ടൻ ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. ഗോപിക്കുട്ടനോ? ഗോപിക്കുട്ടൻ അല്ല, ബേബിക്കുട്ടൻ, എന്റെ പടത്തിന്റെ പ്രൊഡ്യൂസർ. അവൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എനിക്ക് ചായ ഉണ്ടാക്കാൻ പറ്റില്ല. ഭാസ്കരേട്ടൻ ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരണം. അവൻ ഈ സ്ഥലം പരിചയമില്ല. ഞാൻ റോഡിലോട്ട് പോകാം. ഹിറ്റാകാൻ പോകുന്ന ഒരു പടത്തിന്റെ സംവിധായകൻ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചാൽ മതിയോ? എന്റെ സിനിമ ഹാളുകൾ കണ്ടാൽ മതി. താമസ സ്ഥലം വിഷയമല്ല. ഇതവിടെ താമസം. വാ. എനിക്കിവിടെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ കല്യാണത്തിന് കൂടണം. പ്രസാദ് ലാബിൽ നിന്ന് കഴിഞ്ഞ പടത്തിന്റെ പ്രിന്റ് എടുത്ത് ദുബായിക്ക് വിടണം. അതിനു മുമ്പ് ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്തുകയും വേണം. തെറ്റാ? എന്താ ആ വാക്ക് നേരത്തെ കേട്ടിട്ടില്ലേ? തെറ്റല്ലെങ്കിൽ മിസ്റ്റേക്ക്. ബേബിക്കുട്ടൻ ആരോട് തെറ്റ് ചെയ്യുന്ന? വാ പറയാം. ഈ തിരക്കഥാ എഴുത്തുകാർക്ക് നാടകീയത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. ഒരു നിർമ്മാതാവ് സംവിധായകൻ. ഭാസ്കരേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ. ഓ, മനസ്സിലായി. ഗോപിക്കുട്ടൻ, ബേബിക്കുട്ടൻ, അപ്പുറത്തെ വീട്ടിലെ ഭാസ്കരേട്ടൻ. പെട്ടെന്ന് സുഹൃത്തുക്കൾ വന്നാല് ചായ ഭാസ്കരേട്ടന്റെ വകയാണ്, അല്ല ചായക്കടക്കാരനൊന്നുമല്ല. ഭാസ്കരേട്ടാ, ഞങ്ങൾക്ക് കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. ഓ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്താ പറഞ്ഞ? ഒരു നിർമ്മാതാവ്? അതെ, ഒരു നിർമ്മാതാവ് കഥ കേട്ടു. അയാൾക്കത് ഇഷ്ടപ്പെട്ടു. പടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അഡ്വാൻസ് കൊടുത്തില്ല. അത് തെറ്റല്ലേ? സത്യത്തിൽ ഓർമ്മിക്കാത്തതല്ല. നല്ല ദിവസവും സമയമൊക്കെ നോക്കണമല്ലോ. ദാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേ. നമ്മള് തമ്മിൽ അങ്ങനെ സൗഹൃദം വേറെ, സിനിമ വേറെ. ഇതങ്ങോട്ട് വാങ്ങും.
ഡയറക്ടർ പ്രതാപൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ. അതിന്റെ പൂജ കഴിഞ്ഞ് മടങ്ങുക. ഉദയേട്ടൻ അറിഞ്ഞില്ല? ഉദയേട്ടന്റെ സുഹൃത്തില്ലേ ആ രാജപ്പൻ? അയാളാണല്ലോ സിനിമയിലെ നായകൻ. ഹീറോയിൻ ഞാനാ. ആ സിനിമയുടെ കഥ കേട്ടു ഉദയേട്ടാ. എക്സലന്റ്. തിരക്കഥ പുതിയ ഒരാളാ. അജയനെന്നോ മറ്റോ ആണ് പേര്. ആളിനെ എനിക്കറിയില്ല. ഉദയേട്ടൻ എവിടെ ഇപ്പോൾ ഉള്ളത്? ഞാൻ കാലത്തിറങ്ങിയതാണ്. 1-2 വീടുകൾ കണ്ടുപിടിക്കണമായിരുന്നു ഷൂട്ട് ചെയ്യാൻ. അത് മധു ഞാൻ പറയാതിരിക്കുകയായിരുന്നു. ഞാൻ എഴുതിയ തിരക്കഥ ബേബിക്കുട്ടിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ആദ്യത്തെ സിനിമയുടെ ജോലികൾ തുടങ്ങാൻ പോവുകയാണ്. സത്യം? ഓ ഗ്രേറ്റ് ന്യൂസ്. ലക്ഷ്മി ഉദയേട്ടൻ സംവിധായകനാകാൻ പോകുന്നു. ആണോ? എനിക്കിന്ന് ഉച്ചവരെ ഷൂട്ടിംഗ് ഇല്ല. ഉദയേട്ടൻ എവിടെയെന്നാ പറഞ്ഞത്? ഞാൻ അംബേദ്കർ ഹൗസിംഗ് കോളനിയിലെ. നിർത്താൻ. അംബേദ്കർ കോളനിയിൽ എവിടെ? ഒന്ന് തിരിഞ്ഞു നോക്കിയേ. എവിടെ? എന്റെ കാർ കാണുന്നില്ലേ? അപ്പൊ കാറിന്നാണ് എന്നെ വിളിച്ചത്? അതെ, എന്റെ മേക്കപ്പ് മാന്റെ മോൾക്ക് നല്ല സുഖമില്ല. അവിടേക്ക് പോവാ. ഇത്ര അടുത്ത് നിന്നാ നമ്മൾ സംസാരിക്കുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഉദയേട്ടനെ പൂജയ്ക്ക് വിളിച്ചില്ലേ? ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആരാ പൂജയ്ക്ക് വിളിക്കുന്നത്? രാജപ്പനെ വിളിക്കാലോ. മറന്നതാവും. പ്രതാപൻ സാർ അയാളെ പിടിച്ച് നായകനാക്കിയതാ കഷ്ടം. അവൻ കുഴപ്പമൊന്നുമില്ല. പഠിക്കുന്ന കാലത്തൊക്കെ പലതവണ അവൻ ബെസ്റ്റ് ആക്ടർ ആയിട്ടുള്ളതാ. ചുമ്മാ 1-2 സിനിമയിൽ ചെറിയ റോളുകൾ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. ഇലക്ട്രിക് ഷോക്ക് കൊടുത്താലേ എക്സ്പ്രഷൻ വരാത്ത മുഖം. ഉദയേട്ടന്റെ സിനിമയില് എന്നെ അഭിനയിപ്പിക്കില്ലേ? അത് ആലോചിച്ചിട്ട് മതി. ഉദയേട്ടൻ കാറ് കയറ്. പ്രതാപൻ സാറിന്റെ സിനിമയുടെ കഥ പറയാം. ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റോറി. എനിക്ക് പൊട്ട് സമയമില്ല മധു, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാ. പിന്നെ കാണാം, ഞാൻ വിളിക്കാം. ചുമ്മാ. ഷുവർ, വൈകുന്നേരം ഞാൻ വിളിച്ചിരിക്കും. ഓക്കേ. ശരി സാർ. താങ്ക് യു. ഉദയൻ. സാർ, തന്നെ ഞാൻ അന്വേഷിച്ചിരുന്നു. എൻ്റെ ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാം. ഉദയൻ നാട്ടിലായിരുന്നു അല്ലേ? അപ്പൊ പ്രതാപൻ കാര്യമൊന്നും പറഞ്ഞില്ലേ? ബേബിക്കുട്ടന്റെ അടുത്തവിടെ ഉദയന സംവിധാനം അഡ്വാൻസ് വാങ്ങിച്ചു. വെരി ഗുഡ്. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻ. താങ്ക് യു സാർ. താങ്ക് യു. ഏതായാലും വളരെ നന്നായി. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഉദയൻ. വെറും ഒരു പടത്തിൽ വർക്ക് ചെയ്ത പരിചയം വെച്ച് നിർമ്മാതാക്കളെ കറക്കാൻ നടക്കുന്ന സംവിധായക പ്രതിഭകളാണ് നാട് മുഴുവൻ. ഉദയൻ ഇപ്പോൾ സിനിമയിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? 10-12 ഓ മൈ ഗുഡ്നസ്. എന്നിട്ട് ഇപ്പോഴാ ആദ്യമായി. ആരെ തിരക്കഥ? എൻ്റെ ആഗ്രഹമാണല്ലോ സാർ എൻ്റെ സിനിമ. കുറേ കാലത്തെ പരിശ്രമമാണ്. ബേബിക്കുട്ടിന് അതങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സംവിധായകൻ എഴുതാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. പറഞ്ഞ പോലെ രാജപ്പനും ഉദയവാനും സുഹൃത്തുക്കളല്ലേ? രാജപ്പനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. അവൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടമാണല്ലോ ഇത്. രാജപ്പൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ ഉദയ, അവനെ കൊണ്ട് ഈ വേഷം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസവും. ആ തിരക്കഥ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അവനാണത് എഴുതി. ഇങ്ങ് ആരെ ക്ഷണിച്ചിട്ടാ താൻ ഇവിടെ വന്നത്? ഒരു വാക്ക് പറയാതെ താൻ മുറി വിട്ടുപോയി. 2 തവണ ഞാൻ തന്നെ കാണാൻ വന്നു. അകത്തുണ്ടായിട്ടും കാണാൻ പറ്റില്ല. ഞാൻ തന്നോട് എന്ത് തെറ്റ് ചെയ്തോ? എനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരുമിച്ചായിരിക്കുമെന്ന് താൻ പറഞ്ഞില്ലേ? ഒരു കാലത്തും ഞാനത് മറക്കില്ല. തന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എടോ അത് ഞാൻ തമാശക്ക്. ഇതൊക്കെയാണോ തമാശ? എന്റെ നെഞ്ചത്ത് കത്തി കുത്തി കെറ്റിയിട്ട് പറയാണ് തമാശയാണെന്ന്. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഉദയ, ബേബിക്കുട്ടിനോ? എന്റെ വിറയിൽ ഇതുവരെ മാറിയിട്ടില്ല. ഉദയം ഫിലിം ന്യൂസ് വായിച്ചോ? ഇല്ല, എന്ത് പറ്റി? ആരാണ് ഈ അജയൻ? അജയനോ? സോന ഫിലിംസിന്റെ പുതിയ പടമില്ലേ, അതിന്റെ തിരക്കഥാകൃത്ത്. എനിക്കറിയില്ല, എന്താ കാര്യം? പടത്തിന്റെ റിപ്പോർട്ടും ചില സീനുകളും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഉദയന്റെ തിരക്കഥയിലെ അതേ സീനുകൾ, അതേ ഡയലോഗുകൾ. ഉദയൻ ആർക്കെങ്കിലും തിരക്കഥ വായിക്കാൻ കൊടുത്തോ? ഇല്ല, ബേബിക്കുട്ടിനല്ലാതെ ഇല്ല, ആരും വായിച്ചിട്ടില്ല. ഇല്ലുദയ, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുക. എനിക്ക് ഉറപ്പാ. പക്ഷെ പ്രതാപൻ അങ്ങനെ ചെയ്യൂ. വരണം. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്നകത്തേക്ക് വന്നാൽ. ഉദയന്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ പറയാം സാർ.
തിരക്കഥയുടെ സിറോസ് കോപ്പിയിലെ രാജപ്പൻ നമ്മളെ തന്നത്. ഒറിജിനൽ ഉദയന്റെ കയ്യിലുണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ബാലമ്പിള്ളേ, ഇത് വിവരമുള്ള ആരോ എഴുതിയ തിരക്കഥയാണെന്ന്. ഉദയ, ഞങ്ങൾ നിരപരാധികളാണ്. കിട്ടുന്ന സ്ഥലത്ത് നിന്നെല്ലാം കടം വാങ്ങിച്ചിട്ടാണ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദയന്റെ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിന്റെ പുറത്തൊരു കേസോ കൊണ്ടാവേണ്ടി വന്ന ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമില്ല. രായപ്പനെ വിളിച്ചു വരുത്തിയ സത്യം തെളിഞ്ഞ ഉദയന് ഞാൻ കുറച്ചെന്തെങ്കിലും പണം തരാം. ബാലമ്പിള്ളേ, അനാവശ്യം പറയരുത്. സത്യനെ എന്താ തെളിയാനിരിക്കുന്നത്? ഉദയൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കറിയാം. അതെനിക്കറിയാം. അപ്പൊ നമുക്ക് കഥാ തിരക്കഥാ സംഭാഷണം ഉദയഭാനു എന്ന് വെക്കാം. നിങ്ങളുടെ പേരിനും പണത്തിനും അല്ല ഞാൻ വന്നത്. എന്റെ ജീവിതത്തിന് വില പറയരുത്. ചോര വേർപ്പാക്കി ഞാൻ ഉണ്ടാക്കിയ തിരക്കഥ ഇനി എനിക്ക് സിനിമയാക്കാൻ പറ്റുമല്ലയോ? അതിനി എങ്ങനെ നടക്കും ഉദയ? മതി, അതറിഞ്ഞാ മതി. എന്താ ഒരു ശബ്ദം കേട്ടത്? കുറ്റം ചെയ്തത് ഞാനാണടാ. വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഞാൻ എന്റെ മുറിയിൽ കയറ്റി താമസിപ്പിച്ചു. പക്ഷേ ഇതുപോലൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തിരക്കഥയല്ല, എന്റെ ജീവിതമാണ് നീ തട്ടിപ്പറിച്ചെടുത്തത്. ഇനി ആരോട് നീ ഇത് ചെയ്തോ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സാന്തോമിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിലാ ഞാൻ വിവരം അറിഞ്ഞത്. ഉദയേട്ടന് ഓർമ്മയുണ്ടോ അന്ന് ഈ സിനിമയുടെ പൂജ കഴിഞ്ഞ് മടങ്ങുമ്പോൾ നമ്മൾ റോഡിൽ വെച്ച് കണ്ടത്? ഞാൻ കഥ പറയാന്ന് പറഞ്ഞിട്ട് ഉദയേട്ടൻ നിന്നില്ല. അന്നത് കേട്ടിരുന്നെങ്കിൽ. ഷൂട്ടിങ്ങിന് മുമ്പോ? പൂജ കഴിഞ്ഞ് 2 ആഴ്ചക്ക് ശേഷമല്ലേ ഷൂട്ടിംഗ് തുടങ്ങിയത്? അയ്യോ, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ചെയ്ത് നടക്കില്ലായിരുന്നല്ലേ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ അയാളെ പോയി തല്ലിയതുകൊണ്ട് എന്താ പ്രയോജനം? അത് തന്നെയാണ് ഞാനും ഉദയനോട് ചോദിച്ചത്. ഒരു മോഷണം നടന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ പോവും. ഭാസ്കരൻ എഴുതിയ തിരക്കഥ പോയപ്പോൾ അങ്ങനെയാണോ ചെയ്തത്? ഗാലറിയിലിരുന്ന് വിസിലടിക്കുന്ന പോലെയല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത്. എൻ്റെ എത്രയോ മാസത്തെ ആലോചന, എൻ്റെ സ്വപ്നം, എൻ്റെ ആദ്യത്തെ സിനിമ എല്ലാം പോയി. ആ വിഷമം അനുഭവിച്ചാലേ അറിയൂ. മോളെ, അച്ഛനും ചേട്ടനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നിന്റെ അഴിഞ്ഞാട്ടം ഞങ്ങൾ സമ്മതിക്കില്ലടി. അച്ഛൻ മിണ്ടരുത്. രാത്രി നേരത്തെ കണ്ട ചെറ്റകൾ താമസിക്കുന്നിടത്ത് ഇവർക്ക് എന്താ കാര്യം എനിക്ക് അറിയണം. കുടുംബത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ സഹിക്കില്ലടി. കേരളി ഇങ്ങോട്ട്. എല്ലാം അവസാനിപ്പിച്ചു. ഒരു മനുഷ്യജീവിയാണ് ഞാനെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ എന്നെ ദ്രോഹിച്ചു. അവരോടൊപ്പം ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടുന്ന് ഇറങ്ങുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്താണ് മധു ഇതൊക്കെ? ചെയ്യാത്ത തെറ്റുകൾക്ക് ഞാൻ എത്ര കാലം ശിക്ഷ അനുഭവിക്കണം? ഞാൻ ഉദയേട്ടനും തമ്മിൽ പ്രേമമാണെന്ന് അവരുടെ ധാരണ. അകത്തേക്ക് വരും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എങ്ങോട്ട് പോകാണെന്ന് അവർ ചോദിച്ചില്ലേ? എങ്ങോട്ട് പോയാലും ആ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ മധുവിനെ അന്വേഷിച്ച് വീണ്ടും അവരിവിടെ വന്നാൽ, ഇന്നലെ രാത്രിയിലെ പോലെ വീണ്ടും ഒരു സീനുണ്ടായാൽ, അല്ലെങ്കിൽ തന്നെ ഒരു കാര്യമില്ലാതെ നമ്മളെക്കുറിച്ച് പത്രക്കാർ എഴുതി വിട്ട ഗോസിപ്പുകൾ കാരണം പൊറുതി മുട്ടിയവനാ ഞാൻ. തകർന്നു കിടക്കുന്ന എന്നെ ഇനിയും തകർക്കണോ മധു? സോറി, ഞാൻ അതൊന്നും ആലോചിച്ചില്ല. മധുവിനെ അറിയാലോ, ഇനി എന്ത് എന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നവനാ ഞാൻ. അതിൻ്റെ കൂടെ മറ്റൊരാളുടെ വിഷമം കൂടി ഏറ്റെടുക്കാനുള്ള കെൽപ്പ് എനിക്കില്ല. എന്തൊക്കെയായാലും സ്വന്തം അച്ഛനും ചേട്ടനും അല്ലേ. തിരികെ വീട്ടിൽ ചെന്നാൽ കയറരുതെന്ന് അവർ പറയില്ലല്ലോ. അതിലും ഭേദം മരിക്കുന്നതാ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നാ പറയുന്നത്? എനിക്കറിയില്ല.
ഹലോ, റോങ് നമ്പർ. വേണ്ട, എടുക്കണ്ട. വാതിൽ തുറക്കുന്നത് വരെ അവന്മാര് ബഹളമുണ്ടാക്കും. എന്നാ അച്ഛൻ പോയി തുറന്നോ. ഈ നാണക്കേടിനെ പറ്റി അവറ്റോട് സംസാരിക്കാൻ എന്നെ കിട്ടില്ല. ആ നശിച്ചവള് പോയി ഒരു ചെത്തെ കല്യാണം കഴിച്ചത് നമ്മളിപ്പോ എന്ത് പറയാനാ? ഈ ചാനലുകാരെ പത്രക്കാരെ എത്രയും പെട്ടെന്ന് മേലോട്ട് കെട്ടിയെടുക്കണേ എന്റെ ഭഗവാനെ. ഒരൊറ്റ എണ്ണ ഇതിനകത്തേക്ക് കയറി പോരുത്. കഴുകന്മാരെ പോലെ ഇറങ്ങിക്കോളൂ മനുഷ്യർ ശവം തിന്നാൻ. എടോ, ആ ഇരകെട്ടവള് കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടില്ല. അവൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ സംഭവത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? പ്രതികരിച്ചില്ലെങ്കിൽ എന്താ ആകാശം അടിച്ചു വീഴുവോ? എടോ, ഒരു പെൺകുട്ടി നല്ല രീതിയിൽ അഭിനയിച്ചു കയറി വരുമ്പോ ഏതെങ്കിലും ഒരു നാറി അവളെ വന്ന് തട്ടിക്കൊണ്ട് പോവും. മലയാള സിനിമയിലെ സ്ഥിരം ഏർപ്പാടാണല്ലോ അത്. ആ പേടിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വരുന്ന ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. ഒന്ന് മാറിക്കേ. കൊള്ളാം, സമ്മതിച്ചു. കോളിളക്കോല ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ സ്ഥലം രഹസ്യമാക്കി വെച്ച് നന്നായി. അല്ലെങ്കിൽ പത്രക്കാരെ നിയന്ത്രിക്കാൻ മാത്രം എത്ര വണ്ടി പോലീസ് വണ്ടി വന്നേ. കൺഗ്രാചുലേഷൻസ്. ഇത് വാങ്ങൂ, എന്റെ ഒരു സമ്മാനമാണ്. എന്താണിത്? എന്റെ വക ഒരു വിവാഹ സമ്മാനം. എന്തിനെ? ഞാൻ ആരെയും കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലല്ലോ. അറിയാം, പക്ഷെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു സ്വഭാവം. ഒരു കല്യാണമാകുമ്പോൾ ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ. രജിസ്റ്റർ ഓഫീസിൽ 250 രൂപ വേണ്ടി വന്നുള്ളൂ. അതെന്റെ കയ്യിലുണ്ടായിരുന്നു. കല്യാണം എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ഓഫീസ് മാത്രമല്ലല്ലോ, ആണോ? ഇനിയിപ്പോ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഹണിമൂണിന് പോകണം, അത് ചെലവല്ലേ? അവിടെയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ സാറിന്റെ വീട്ടിലോട്ട് വരാം. സാരമില്ലെന്നേ, ഇത് വാങ്ങൂ. എന്റെ നാശത്തിന് കാരണക്കാരായ ആരുടെ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ല. ആ ആരാ ഇത്? മധുമതി ഞങ്ങളെന്ന് അറിയിക്കാതെ പണി പറ്റിച്ചു അല്ലേ? ഏതായാലും കൺഗ്രാചുലേഷൻസ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് മലയാളത്തിലെ മറ്റു നടികളെ പോലെ സിനിമ ഉപേക്ഷിച്ച് കളയരുത്. മധുവിന്റെ നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഞങ്ങൾക്ക് വേണം. ചായ? അയ്യോ, ചായയും കാപ്പിയും ഒന്നും ഞാൻ കുടിക്കാറില്ല. എല്ലാ മംഗളങ്ങളും നേരുന്നു. വരട്ടെ. ഇയാൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു? റഫീക്ക്, ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഈ വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റ പാട് എനിക്കറിയാലോ. തൽക്കാലം വേറെ വഴിയില്ല. എൻ്റെ കയ്യിലുള്ള ഈ ക്യാമറ ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറച്ച് രൂപ റഫീക്ക് എനിക്ക് സംഘടിപ്പിച്ചു തരണം. ആരും അറിയണ്ട. ആ അപ്പോൾ ഉദയ, ആ ഞങ്ങളുടെ സ്ഥലം ഇവിടെയാണ്. ഓക്കെ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓ, വരട്ടെ. പോട്ടെ മോളെ. ഓക്കെ. ഉദയേട്ടാ, പണവും സ്വർണ്ണമൊക്കെ അല്ലേ കള്ളന്മാർക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരാളുടെ കഴിവും ഭാവനയും ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ പറ്റുമോ? ഉദയേട്ടന് ഇനിയും എഴുതാൻ പറ്റും. എഴുതണം. ലോകമറിയുന്ന ഒരു ഫിലിം മേക്കർ ആവാൻ ഉദയേട്ടന് കഴിയും. പലപ്പോഴും ചോദിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഉദയേട്ടന് എന്നോട് എപ്പോഴെങ്കിലും ഇത്തിരി സ്നേഹം തോന്നിയിട്ടുണ്ടോ? മധുവിനറിയില്ല എന്തുമാത്രം ഞാൻ സ്നേഹിച്ചു. പക്ഷെ മധുവിന്റെ നന്മയെ കരുതി ഞാനതെല്ലാം മറച്ചു വയ്ക്കുകയായിരുന്നു. ഹലോ, പ്രൊഡ്യൂസർ സാറല്ലേ? ഇത് പച്ചാളം ബാസിയാണ്. ഞാനും രായപ്പനും അല്ല,
സരോജ് കുമാറും മറ്റേ സ്ഥലത്ത് തന്നെ ഒളിച്ച് താമസിക്കുകയാണ്. സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. കേരളത്തിൽ പടവുന്ന് റിലീസല്ലേ, മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലെന്ന് അറിഞ്ഞോ? സൂപ്പർ ഹിറ്റോ, ബമ്പർ ഹിറ്റോ, ഈശ്വരാ ബമ്പർ ഹിറ്റ്. അയ്യോ രാജപ്പാ, പടം ബമ്പർ ഹിറ്റ്. അയ്യോ ഹിറ്റ് ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ബമ്പർ ഹിറ്റ്. പോയി കാണ് എടോ, ബമ്പർ ഹിറ്റ്, ബമ്പർ ഹിറ്റ്, പടം ഹിറ്റ് ഹിറ്റ്, നിങ്ങളെ പടം ഫാമിലി ഹിറ്റ്. പോയി കാണ്, ഹിറ്റ് 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 ഹിറ്റ്. യെസ്, കം ഇൻ. ആ വാവുദേ, ട്രെയിൻ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലേ? എന്നാ പിന്നെ വേഗം കുളിച്ച് റെഡിയാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഫോൺ ചെയ്തപ്പോൾ ബേബിക്കുട്ടൻ തിരക്കഥയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടില്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. താൻ ആദ്യം കുളിക്ക്, നമുക്ക് സംസാരിക്കാം. കുളിയല്ലല്ലോ പ്രധാനം. ഉദയൻ ആദ്യം എഴുതിയ തിരക്കഥ വായിച്ചു കേട്ടപ്പോൾ അറിയാമായിരുന്നു, ഷുവർ ബെറ്റാണ്. ഇത് അവാർഡുകൾ കിട്ടുമായിരിക്കും, പക്ഷേ അതല്ലല്ലോ നമ്മുടെ പ്രധാന ഉദ്ദേശം. അവാർഡ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിലും ഈ കള്ള ബുദ്ധിജീവികളുടെ അംഗീകാരം ആർക്ക് വേണം? എന്ന് വെച്ച് മിമിക്രി കാണിച്ച് മലയാള സിനിമയെ കുളം തോണ്ടാനും ഞാനില്ല. അതൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. ഏതാളുകളെ? ഞാൻ തർക്കിക്കുകയല്ല. ഞാൻ തർക്കിക്കുകയാണ്. സിനിമ കാണുന്നവരെ നിങ്ങൾ നിർമ്മാതാക്കൾ വില കുറച്ച് കാണുകയാണ്. നല്ല സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ടാണ് മിമിക്രി കണ്ട് അവർ കൈയടിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നു നിലവാരം കുറഞ്ഞതേ അവർക്ക് വേണ്ടുവെന്ന്. അതല്ല സത്യം. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. അതുകൊണ്ടാണ് അവർ മിമിക്രിക്ക് കൈയടിക്കുന്നത്. മനസ്സിലായോ? നല്ല ചിത്രങ്ങളിലേക്ക് അവർ തീർച്ചയായും മടങ്ങി വരും. വന്നാൽ കൊള്ളാം. നമ്മൾ അതും ഇതും പറഞ്ഞ് വെറുതെ നേരം കളയണ്ട. ഉള്ള കാര്യം നേരെ അങ്ങ് പറയുകയാണ്. പ്രസാദ് എന്തിൻ്റെ ഇപ്പം തീരെ മാർക്കറ്റില്ല. അപ്പോൾ അല്ല, സിനിമയിൽ ശാശ്വതമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ലെന്നാണല്ലോ അനുഭവം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണല്ലോ ചൊല്ല്. ചാടിക്കടിക്കാൻ വരരുത്. സരോജ് കുമാറിനെ നായകനാക്കിയാൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുന്നോട്ട് പോകും. എന്താ അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ്? അയാളുടെ തല കണ്ടാൽ ജനം ഇരച്ചു കയറുകയാണ്. ഇതുള്ളിലുള്ളത് കൊണ്ടാണ് ബേബിക്കുട്ടൻ ആദ്യം തിരക്കഥയെ ഒന്ന് വിമർശിച്ച് നോക്കിയത്. അയ്യോ അതല്ല, ഇക്കാര്യം ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു യാത്ര ഒഴിവാക്കാമായിരുന്നു. ഫർഗെറ്റ് ദ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറികെട്ടവനെ പിടിച്ച് വാഴ്ത്തപ്പെട്ടവനാക്കലാണോ? ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി എന്റെ അഭിമാനവും മനസാക്ഷി അടിയറ വെക്കലാണോ? പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ്. 1 മാസത്തിനുള്ളിൽ അക്കൗണ്ടിൽ എങ്ങനെയെങ്കിലും പണം ഇട്ടോളാം. ആദ്യ സിനിമയ്ക്ക് വേണ്ടി ബേബിക്കുട്ടൻ എനിക്ക് തന്ന അഡ്വാൻസ്. ഇത് വാങ്ങൂ. ഉദയ, നമ്മൾ തമ്മിൽ എങ്ങനെ? സൗഹൃദം വേറെ, സിനിമ വേറെ. ഞാൻ അറിഞ്ഞു. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. എന്റെ വളർച്ചയിൽ അസൂയമൂത്ത ഏതോരുത്തനായിരിക്കും അത് ചെയ്തത്. മറ്റാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ആ കല്ലേറ്? എന്റെ 7 പടങ്ങളല്ലേ വരി വരിയായി സൂപ്പർ ഹിറ്റായത്. പ്രേക്ഷകരുടെ കണ്ണിലുണ്ണിയല്ലേ ഞാനിപ്പോ. അത് പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അവർ കല്ലെറിയുക മാത്രമല്ല, എന്റെ പടം ഓടുന്ന തിയേറ്ററുകളിൽ കാശ് കൊടുത്ത ആളുകളെ കയറ്റി കൂവിക്കുകയുമാണ്. പക്ഷെ പ്രശ്നമില്ല,
എന്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ അവർക്ക് ചുട്ട മറുപടി കൊടുത്തോളും. താങ്കളുടെ പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒരുപാടുണ്ടല്ലോ. പേരുകളൊന്നും ഓർമ്മയിലില്ല. സംവിധായകൻ ആരൊക്കെയാണ്? ആര് സംവിധാനം ചെയ്താലെന്താ, ഞാനല്ലേ അഭിനയിക്കുന്നത്. എന്റെ ആരാധകർക്ക് 2.5 മണിക്കൂർ നേരെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അതിന് ഞാൻ നല്ല കളർഫുൾ ഡ്രസ്സുകൾ ധരിക്കണം, കൂളിംഗ് ഗ്ലാസുകൾ മാറ്റി മാറ്റി വെക്കണം, 2-3 നായികമാര് എന്നെ ഇങ്ങോട്ട് പ്രേമിക്കണം. അല്ലാതെ സംവിധായകനാര് എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. രണ്ട് ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീർപ്പ് മുട്ടി. പ്രൊഡ്യൂസർമാരുടെ മുമ്പിൽ കഥാപ്രസംഗം നടത്തി എൻ്റെ തൊണ്ടയിലെ വെള്ളവും പറ്റി. എന്തെങ്കിലും ശരിയായോ? എവിടെ? ബേബിക്കുട്ടനുമായി പിണങ്ങി എന്തിനാ ഉദയേട്ടാ? പിണങ്ങാനോ? ആര് പറഞ്ഞു? ബേബിക്കുട്ടൻ ഇവിടെ വിളിച്ചു, അഡ്വാൻസ് തിരിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് പിണക്കാണോ? കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് രാജപ്പൻ അഭിനയിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയാ ബേബിക്കുട്ടൻ പറയുന്നേ. മധു, ബേബിക്കുട്ടൻ മാത്രമല്ല, ഞാൻ കഥ പറഞ്ഞ എല്ലാ വഷളന്മാരും അത് തന്നെ പറയുന്നത്. പടം ചെയ്തില്ലെങ്കിൽ ആരും തലവെട്ടി കളയൊന്നുമില്ലല്ലോ. കള്ളൻ രാജപ്പൻ എൻ്റെ പടത്തിൽ നായകൻ. ആ, ഞാൻ അയാളുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല രസാ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടറോ കലക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയി പോകുമായിരുന്നു. കലയോടൊപ്പം തന്നെ സ്കൂളിലും കോളേജിലും പഠിത്തത്തിലും ഞാൻ 1ാം റാങ്കുകാരനായിരുന്നല്ലോ. പിന്നെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, കബഡി ടീമിന്റെ ക്യാപ്റ്റൻ, അങ്ങനെ ഒരുപാട് ക്യാപ്റ്റൻ. അപ്പോൾ സരോജ് സർ ഒന്ന് ഓഫ് ചെയ്യുമോ? ചുമ്മാ വഷളത്തരങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. ഇയാളുടെ സിനിമയേക്കാൾ രസം ഇതാ. ദേഷ്യം കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് കാണൂ ഉദയേട്ടാ. IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. എന്റെ മോന്റെ IAS പോയെന്നും പറഞ്ഞ് എന്റെ പപ്പ പൊട്ടിക്കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവതരിപ്പിക്കാൻ വളരെ ആഗ്രഹമുള്ള ഡ്രീം ക്യാരക്ടർ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? ഉണ്ടല്ലോ. ഏതാണത്? കർണൻ, പിന്നെ അർജുനൻ, നെൽസൺ മണ്ടേല, ഗാന്ധിജി. നടൻ പ്രസാദ് ചന്ദ്രനും കർണനായിട്ട് അഭിനയിക്കണമെന്ന് പറയാറുണ്ട്. കർണനായിരിക്കില്ല ഈ കർണൻ. അപ്പൊ ഗാന്ധിജിയും വേറെ ഗാന്ധിജി ആയിരിക്കും. സരോജ് കുമാർ ചെയ്യുമ്പോൾ എല്ലാം വേറെ വേറെ ആയിരിക്കുമല്ലോ. ഉദയഭാനു എന്ന് പറയുന്ന ഒരാളിന്റെ തിരക്കഥ മോഷ്ടിച്ചിട്ടാണ് താങ്കൾ ആദ്യ സിനിമയിൽ നായകനായതെന്ന് കേട്ടിട്ടുണ്ട്. ഞാനോ? തിരക്കഥ മോഷ്ടിക്കാനോ? അതിരിക്കട്ടെ, ആരാണ് ഈ ഉദയഭാനു? അങ്ങനെ ഒരു പേര് പോലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ഉദയഭാനു തകഴിയെ പോലെ MT പോലെ പേരെടുത്തൊരു എഴുത്തുകാരനാണോ? ഒരു ഉദയഭാനു. ഇതുപോലുള്ള കാട്ടുകള്ളന്മാരുടെ കയ്യിലാണ് ഇപ്പൊ മലയാള സിനിമ. ഉദയേട്ട നാട് ഓടുമ്പോ നെടുക ഓടാൻ എന്നെ കിട്ടില്ല. ബേബിക്കുട്ടിന് കൊടുത്ത ചെക്ക് ഹോണർ ചെയ്യാൻ അക്കൗണ്ടിൽ പണമുണ്ടോ? കഴിഞ്ഞ മാസത്തെ വാടക കൊടുക്കാൻ ഉദയേട്ടൻ പെട്ട പാട് ഞാൻ കണ്ടതാ. ഉദയേട്ടന്റെ ഇഷ്ടത്തിന് പടമെടുക്കാൻ തയ്യാറുള്ള ഒരു നിർമ്മാതാവ് എപ്പോഴെങ്കിലും വരുമായിരിക്കാം. പക്ഷെ അതുവരെ ഇതൊക്കെ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അകത്തെന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവില്ലേ? ഭാസ്കരേട്ടാ, ആളെ കണ്ടുകിട്ടാനില്ലല്ലോ. ഞാൻ ഒരു ദിവസം വിളിച്ചിരുന്നു. ഉദയ നാട്ടിൽ പോയിരുന്നല്ലേ? അതെ, ഭാസ്കരേട്ടന് തിരക്കുണ്ടോ? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല, പറഞ്ഞോ. KC ഗ്രൂപ്പിന്റെ MD ജോസഫ് ചെറിയാനുമായി ചേട്ടനിപ്പോ കണക്ഷൻ ഉണ്ടോ? അയ്യോ, അയാളൊക്കെ ഇപ്പൊ വലിയ പുള്ളിയല്ലേ. സിറ്റിയിൽ മാത്രം 5 or 6 റെസ്റ്റോറൻ്റ് ഉണ്ട്. ആള് നല്ലവനാ. പക്ഷെ ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഒത്തിരി നാളായി. എന്താ കാര്യം? എൻ്റെ സിനിമ അടുത്തൊന്നും നടക്കുന്ന ലക്ഷണമില്ല. പഴയതുപോലെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ പരിചയത്തിലുള്ള ആർക്കും അടുത്തൊന്നും സിനിമകളുമില്ല. ഞാനിപ്പോൾ തനിച്ചല്ലല്ലോ. ജോസഫ് ചെറിയാനോട് പറഞ്ഞ എന്തെങ്കിലും ഒരു ജോലി. റെസ്റ്റോറൻറ്റിലോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഔട്ട്ഡോർ കേറ്ററിംഗ് അങ്ങനെ പല സംഗതികളും ഉണ്ടത്രേ. തനിക്കതൊക്കെ ശരിയാവോ ഉദയ? ശരിയായേ പറ്റൂ. എങ്കിൽ വാ, ഇതൊന്നും പിന്നത്തേക്ക് നീട്ടിച്ചിട്ട് കാര്യമില്ല.
അയ്യോ, എന്നെ വിളിക്കായിരുന്നില്ലേ? മധു കുളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. മറന്നുപോയല്ലോ, എനിക്ക് മാത്രമേ ചായ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ രാവിലെ തന്നെ കുടിച്ചു. നോക്കിയപ്പോ ഉദയേട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് ഡിസ്കഷന് പോകുന്നില്ലേ? ഡിസ്കഷനോ? എന്തിന്റെ? അത് കൊള്ളാം. എന്നും രാവിലെ കുളിച്ച് റെഡിയായി സിനിമാ കഥ ചർച്ച ചെയ്യാൻ പോകുന്ന ആളാ. ഇപ്പൊ ചോദിക്കുന്ന കേട്ടില്ലേ, എന്ത് ഡിസ്കഷൻ എന്ന്? ഓ അതോ, ആ കഥ വഴിമുട്ടി നിൽക്കുക മധു. എന്തു പറ്റി? യഥാർത്ഥത്തിൽ കഥയല്ല, കഥാനായകനാണ് വഴിമുട്ടി നിൽക്കുന്നത്. സാമ്രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടു. പക്ഷെ അയാൾക്ക് വഴിമധ്യേ പടയാളികളെ നഷ്ടപ്പെട്ടു, ആയുധങ്ങൾ നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ മുമ്പിൽ തുറച്ചു നോക്കി നിൽക്കുകയാണ്. സാമ്രാജ്യം വേണോ, വിശപ്പടക്കാൻ ഭക്ഷണം വേണോ? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. സാമ്രാജ്യം കിട്ടിയാൽ ഭക്ഷണം ഒരു പ്രശ്നമാവുന്നില്ലല്ലോ. സാമ്രാജ്യം ഒരു വിദൂര സ്വപ്നവും ഭക്ഷണം നിലനിൽപ്പിന്റെ പ്രശ്നവുമായാൽ കഥയൊക്കെ ശരിയാവും ഉദയേട്ടാ. ഉദയേട്ടൻ വല്ലാതെ മൂഡ് ഓഫ് ആണെന്ന് തോന്നിയിരുന്നു. വെളിച്ചെണ്ണ തീർന്നോ, സോപ്പ് വാങ്ങണോ എന്നൊക്കെ അല്ലാതെ എന്നോട് സംസാരിക്കുന്നത് തന്നെ അപൂർവം. ഇതാണ് കാരണമെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. തൽക്കാലമുള്ള തടസ്സങ്ങളെല്ലാം തീരും. എനിക്ക് ഉറപ്പാ ഉദയേട്ടൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി മാറും. എനിക്കിപ്പോൾ ആ പ്രതീക്ഷയില്ല. കുറച്ച് ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷവും എത്രയോ പേര് സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ മാത്രം എന്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കണം? അഭിനയിക്കുന്നില്ലെന്ന് തീരുമാനിച്ചത് മധു തന്നെ ആയിരുന്നല്ലോ. അത് മോശം വേഷങ്ങളിൽ അഭിനയിച്ച് മടുത്തിട്ടല്ലേ? ഇപ്പൊ നല്ല വേഷത്തിന് ആരെങ്കിലും വിളിച്ചോ? വിളിക്കാത്തത് ഞാൻ അഭിനയം നിർത്തിയെന്ന് തോന്നലുണ്ടാവാം. അല്ലെങ്കിലും നല്ലതും ചീത്തയൊന്നും നോക്കുന്നതിൽ വലിയ കാര്യമില്ല. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത എത്ര ചിത്രങ്ങളാ തിയേറ്ററുകളിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നത്. പെട്ടെന്നാണല്ലോ മധുവിന് തിരിച്ചറിവുണ്ടായത്. ഈ ചെറിയ ജീവിതം മടുത്തു അല്ലേ? ആരാധകർ, സ്തുതിപാഠകർ, ആജ്ഞാനുവർത്തികൾ, വർണ്ണശബളമായ ആ ലോകത്തുനിന്നുള്ള വീഴ്ചയുടെ വേദന ഇപ്പോഴാണ് അറിയുന്നത്. ഉദയേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? നമ്മുടെ ജീവിതം നമ്മുടെ രണ്ടുപേരുടെയാണ്. അതിലെന്റെ പങ്ക് ഞാൻ ചെയ്യണ്ടേ? ഓ അതുകൊണ്ടാണ്, അല്ലാതെ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ടല്ല. തുല്യ പങ്ക് വഹിക്കാൻ. തെളിച്ചു പറഞ്ഞാൽ എന്റെ മാത്രം വരുമാനം കൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മധു ഭയപ്പെടുന്നു. തിരക്കഥ എഴുതാൻ കഴിവുള്ളവർക്ക് അങ്ങനെയും വ്യാഖ്യാനിക്കാം. വേറെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് മധു എനിക്ക് പറഞ്ഞുതരൂ. ഇഷ്ടമില്ലാത്ത സീൻ അഭിനയിക്കാതെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ് ഇപ്പൊ നല്ല വേഷവും ചീത്ത വേഷവും നോക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല. വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം. അതും ഇപ്പൊ വേണ്ട. ഞാൻ വലിയൊരു സംവിധായകനായി കയ്യിൽ ആവശ്യത്തിന് പണമൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ മധു ജോലിക്ക് പോയാൽ അതെന്റെ ഉള്ളിലുള്ള അപകർഷതാബോധം വളർത്തുകയുള്ളൂ. ഉദയേട്ടൻ ഇങ്ങനെയുള്ള കോംപ്ലക്സുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല. ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തരുമായിരുന്നല്ലോ. ഉള്ളിൽ കടന്ന് നീറുന്നത് മുഴുവൻ പുറത്തേക്ക് വലിച്ചിടരുത് മധു. ഇങ്ങനെ ആർഗ്യുമെന്റിന് വരാതെ കുറച്ച് സ്വൈര്യം തരൂ. ആർഗ്യുമെന്റിന് ഞാൻ വന്നില്ലല്ലോ, അഭിപ്രായം ചോദിച്ചു. ഇതാണ് ആർഗ്യുമെന്റ്. ഇത് തന്നെയാണ് ആർഗ്യുമെന്റ്. നല്ല കീറാണല്ലോ. എത്രണ്ണമായി? വരുമ്പോഴേ ഞാൻ കണ്ടു. പിന്നെ ചുമ്മാ നിങ്ങളുടെ പ്രൈവസി കയറി കത്തി വഹിക്കണ്ടെന്ന് വെച്ചു. എന്നെ മനസ്സിലായോ? ചുവന്നങ്കിയുടെ പ്രൊഡ്യൂസർ ജോമോൻ കണ്ടത്തിൽ നമ്മൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുവോ? ഇയാള് ഭാഗ്യവാനല്ലേടോ, ഭാഗ്യവാൻ. മലയാളത്തിന്റെ താരസുന്ദരിയല്ലേ താൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഷാപ്പിട്ട് കളഞ്ഞത്. സത്യത്തിൽ അവളെ നായികയാക്കി ഒരു പടം എടുക്കാനാ ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറുടെ വേഷം കെട്ടിയത് തന്നെ. ലേറ്റായിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഹീറോയിൻ എന്ന് പറഞ്ഞാൽ
ഇൻഡസ്ട്രിയുടെ പൊതു സ്വത്ത. അവരെ ഇതുപോലെ അഭിനയിക്കാൻ വിടാതെ ഒരു മുറിയിൽ അടച്ചുപൂട്ടി അടയിരിക്കുന്നത് തോന്നിയാസാണ്. മധുമതി അഭിനയിക്കുമെങ്കിൽ ഞാൻ ഇനിയും പടം പിടിക്കും. അതെന്റെ ഒരു മോഹ. പറയടോ, അവളെ താൻ ഇനി അഭിനയിപ്പിക്കും. ഇനി ഞാൻ വേറൊരു ഓഫർ തരാം. അവൾ അഭിനയിക്കുന്ന പടം താൻ തന്നെ വേണേ ഡയറക്റ്റ് ചെയ്തു.